GCC രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ യു എന്നിൽ ഇന്ത്യ അപലപിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല UN പ്രമേയത്തെ ഇന്ത്യ പിന്തുണച്ചു എന്നും വാർത്ത വരുന്നു. SKN ഇതൊരു പുതിയ സംഭവവാസം തന്നെയാണ്. പ്രത്യേകിച്ച് ഇറാനും ഇന്ത്യയും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ കപ്പലുകളൊക്കെ ഇവിടെ വരികയും തിരിച്ചു പോയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിരുന്ന് സ്വീകരിച്ചു പോയ കപ്പലാണ് അമേരിക്ക ടോർപിഡോ വെച്ച് തകർത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ ഇറാന്റെ പക്ഷത്താണെന്നുള്ള ധ്വനി ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ ആക്രമണം നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുകയും സൗദി, UAE, ഖത്തർ, ഒമാൻ, കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും രാഷ്ട്രത്തലവന്മാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് നിലപാടെടുത്തിരിക്കുന്നു. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ച സംഭവത്തിൽ അല്പം മൗനം പാലിച്ചെങ്കിലും ഇറാൻ വലിയ തോതിൽ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളും ഇന്ത്യക്കാരുമുള്ള രാജ്യങ്ങളിൽ ആക്രമിക്കുന്നതിനെതിരെ ഇന്ത്യ UN-ൽ നിലപാടെടുത്തിരിക്കുന്നു. ഇന്ത്യ നിലപാടെടുത്തു എന്ന് മാത്രമല്ല, അതിനെ പിന്തുണച്ച, ആ പ്രമേയത്തെ പിന്തുണച്ച 135 രാജ്യങ്ങളിൽ കോസ്പോൺസർ കൂടിയാണ് ഇന്ത്യ. എന്നുവെച്ചാൽ ആ പ്രമേയത്തെ ഏതാണ്ട് കോസ്പോൺസർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ശക്തമായ നിലപാടാണ് ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണത്തെ. ഇറാനിൽ നമുക്ക് വലിയ മലയാളികളില്ല, പക്ഷേ മറ്റു രാജ്യങ്ങളിലൊക്കെ മലയാളികളും ഇന്ത്യക്കാരെ ഏതാണ്ട് 1 കോടിയിലേറെ ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്, ഈ ഇന്ത്യയുടെ ബിസിനസ് സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ആ സാഹചര്യത്തിലാണ് ഒരു കാര്യം കൂടിയുള്ളത്. SKN, ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇറാനിലെ എല്ലാ തരത്തിലുള്ള അവരുടെ വ്യോമസേന, നാവികസേന എല്ലാത്തിനെയും നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും വലിയ ആശങ്കയിലാണ്. അമേരിക്കയിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറാന്റെ ആക്രമണം കൂടി വരുന്ന സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.